എൻ്റെ പേര് അജീഷ്, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, ജസ്പ്രഡ് ഇന്റർനാഷണൽ. ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനൊരു പേര്, ഇങ്ങനൊരു പോസ്റ്റ്, അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇങ്ങനൊരു പ്രോഗ്രാമിന് വന്നതിന് ശേഷമാണ്. ഞാൻ 40 വർഷം 33 വർഷം ജോലിക്ക് ഇറങ്ങിയിട്ട്. ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 7ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ജോലിക്ക് പോകും. ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ജോലിക്ക് പോയിട്ട് അത്രയ്ക്ക് പ്രാരാബ്ധമായിരുന്നു. 7ാം ക്ലാസ് മുതൽ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോകുമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി, കാരണം ജയിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം വർക്ക്ഷോപ്പിൽ ജീപ്പ് മെക്കാനിക്കൽ ആയിട്ട് ജോലിക്ക് ഇറങ്ങിയതാണ്. അന്ന് മുതൽ ഈ 30 വർഷം, കറക്റ്റ് 30 വർഷമായി. ഈ വർഷം 30 വർഷം ഉണ്ടായിരുന്നു. എനിക്ക് 30 ലക്ഷത്തിന് മുകളിൽ കടമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 3 മാസമായിട്ട് ഞാൻ ജസ്പ്രൈഡിൽ വന്നത്. ജസ്പ്രൈഡിൽ പെയിന്റിങ് നടന്ന സമയത്ത് രാജസാറിന് വ്യക്തിയെ കണ്ട് ആളെന്നെ ദത്തെടുത്ത പോലെ എൻ്റെ പ്രാരാബ്ദം കണ്ട് ആളാണ് എന്നെ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നോട് കാര്യം എന്താണെന്ന് പറയാതെ വിളിച്ചുകൊണ്ട് വന്നതാണ്. ഒരു ദിവസം എന്നോട് ഒരു തലേദിവസം എന്നോട് പറഞ്ഞു, അജീഷ നാളെ നമുക്ക് ഒരു ഇടവരെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ സാറിൻ്റെ കൂടെ പോകുന്നതിന് പേടിക്കില്ലാതില്ല, കാരണം സാറിൻ്റെ കൂടെ പോകുമ്പോൾ നല്ല ഫുഡൊക്കെ കിട്ടും. ആ ഒരു ഇതിൽ എന്തെങ്കിലും ആട്ടെ പോകാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വൈകിട്ടാറ് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറിൻ്റെ കൂടെ പോയി നേരെ ചെല്ലുന്ന ഹൈവേ ഗാർഡൻ ഹോട്ടലിൽ. കൊള്ളാം, ഹോട്ടലാണ്, ഭക്ഷണം കിട്ടും. അപ്പൊ അതൊക്കെ അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറെ പേര് വരുന്നു. സാറിന് ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നു. ഞാനും എനിക്കും ഷെയ്ക്കാൻ്റായിരുന്നു. വലിയ ആൾക്കാർ ഫോട്ടോക്കെ ഫുഡൊക്കെ ഇട്ട് വന്നിട്ട് എനിക്ക് ഷെയ്ക്കാൻ്റായിരുന്നു. കെട്ടിപ്പിടിക്കുന്നു, ഞാൻ കെട്ടിപ്പോയി. അപ്പൊ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം തുടങ്ങാമെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി. അപ്പോൾ എനിക്ക് മനസ്സിലായി പെട്ടു. എന്തെങ്കിലും ആകെ ഉച്ച വരെ ഇരുന്നിട്ട് സാറിനോട് എന്തെങ്കിലും നുണ പറഞ്ഞ് അവിടെ നിന്ന് വിട്ടു പോകാന്ന് ഓർത്ത്, സത്യം പറഞ്ഞാൽ അതായിരുന്നു സംഭവിച്ചത്. ഉച്ച വരെ ഇരുന്ന് വിട്ടുപോകാന്ന് ഓർത്തത്, എന്തെങ്കിലും പറഞ്ഞ് പോകാന്ന് ഓർത്തിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ജയശ്രീ മാഡം, ലിൻഡു മാഡം രണ്ടുപേരും കൂടെ വന്ന് എന്തൊക്കെയോ പറയുന്നത്. രണ്ടുപേരും കൂടെ രണ്ടുപേരെ, ഒരാള് ഹസ്ബൻഡിനെ വിളിക്കുന്നു, ഒരാള് ആംഗ്ലേനെ വിളിക്കുന്നു. രണ്ടുപേരും കൂടെ വന്ന് ചന്ദനത്തോപ്പ് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാണ്. അപ്പൊ ഞാൻ അതും വയനാട്ടില്, എൻ്റെ നാട്ടില്, എനിക്ക് എന്നൊട്ടും ധരിച്ചില്ല. അന്തരമായിട്ട് സാറ് വിളിച്ച് വന്നാൽ സാറൊരു മോശം വേണ്ടല്ലോ എന്ന് അങ്ങനെ ഇരുന്നു. സ്വന്തം നാടിനെ കുറിച്ച് നല്ല ധാരണ. അതെ, സത്യമായിട്ടും. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോണ്ട് അവര് രണ്ടുപേരും ഇതൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു മുതലിനെ വിളിക്കുകയാണ്. ആള് വിളിച്ച് എല്ലാവരും കൂടെ ആർപ്പ് വിളിക്കുന്നു, ഒച്ചയുണ്ടായിരുന്നു. ഒക്കെ കൂടി വന്ന് നേരെ വന്ന് സ്റ്റേജിലോട്ട് കയറി. സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര ഒരു ഈ മുതൽ തന്നെ. അപ്പൊ അങ്ങനെ എനിക്ക് എല്ലാവരും കൈയടിച്ചു. ഞാൻ കൈയടിച്ചില്ല. പിന്നെ നമുക്ക് അപ്പോഴും വെയിറ്റ് ഒന്നുമില്ല, വെയിറ്റിന് കുറവില്ല. അപ്പൊ അങ്ങനെ എല്ലാവരും കൈയടിച്ചു. അന്തരാട്ടെ സത്യം. അപ്പൊ അങ്ങനെ ഞാൻ മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞൊരു 3 മിനിറ്റ് സാറ് കയറി കഴിഞ്ഞൊരു 3 മിനിറ്റ് കഴിഞ്ഞുണ്ടാവും എനിക്ക് എവിടേക്കും ഇങ്ങനെ പോയി തുടങ്ങി. കാരണം ഒരു വല്ലാത്ത എനർജി സാറിനറിയാതെ ഞാനിപ്പോ എപ്പോ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും സാറിന് കെട്ടിപ്പിടിച്ചിട്ട് പോകുള്ളൂ. കാരണം ആ ഒരു എനർജി 3 മിനിറ്റ് കൊണ്ട് എനിക്ക് കിട്ടിയ എനർജിയാണ്. അതിൽ കെട്ടിപ്പിടിച്ച കാര്യം പ്രത്യേക അറിയിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ പോയപ്പോൾ പുതിയ ഷർട്ട് ഇട്ടിരുന്നു. ഇന്ന് അത് ഇടാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവിടെ ലിഫ്റ്റിങ്ങിന്റെ പറയണ്ടല്ലോ, വൈഫ് എടുത്ത് വെച്ചിട്ട് എവിടെ സാധനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യം അതവിടെ തെളിവ് എടുത്ത് വെച്ചാൽ. അപ്പൊ ദയവ് ചെയ്ത് ലിഫ്റ്റിക്ക് ഇട്ടവർ കെട്ടിപ്പിടിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കുന്ന ഒരു അറിയിപ്പുണ്ട്. ഒരു തരത്തിലൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ചേപ്പാട് വരും, ബാക്കിയപ്പോ പറയണം. അപ്പോ അങ്ങനെ അത് കേട്ട് അങ്ങനെ ഇരുന്ന് ഞാൻ ഉച്ചവരെ ഇരുന്ന് കേട്ടു. ഉച്ചകഴിഞ്ഞ് മുങ്ങാനിരുന്നാണ്. ഉച്ചവരെ ഇരുന്ന് ഉച്ചകഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. അതായത് ഫുഡ് ഉണ്ടല്ലോ, ഫുഡ് കഴിച്ച് മുങ്ങാൻ നിർത്തി. സാറിനോട് എന്തെങ്കിലും നോടെ പറയണം. എന്ത് പറയുന്നില്ല, രാജസാറിനോടൊന്നും
കാല് വന്നിരുന്നു. കാരണം എനിക്ക് പോകാൻ തോന്നിയില്ല. ഉച്ച കഴിഞ്ഞ് വേറെ സെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഞാൻ സാറിനോട് അതൊന്നും എവിടെ പോകാൻ കാര്യമൊന്നും പറഞ്ഞില്ല. നേരെ വന്ന് സ്റ്റേജ് ഹാളിലിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് ആ സെക്ഷൻ ഒരു വല്ലാത്തൊരു ഇതിലേക്ക് എന്നെ എത്തിച്ചു. കാരണം 30 വർഷം ഞാൻ ഉണ്ടാക്കിയ കടം, 30 ലക്ഷം രൂപ കടം, ഒരിക്കലും എനിക്ക് വേറൊരു ഇങ്ങനൊരു ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം 10-40 പേരോളം പണിക്കുണ്ടായി. ഇപ്പോഴും എൻ്റെ കൂടെ പണിക്കുണ്ടായി. ഞാൻ ജസ്റ്റ് വരുന്ന സമയത്ത് 38 പേരോട് എൻ്റെ കൂടെ പണിക്കുണ്ടായി. ഞാൻ പെയിന്റിംഗ് ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആഴ്ചയിൽ ചില ആഴ്ചകളിൽ 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ എൻ്റെ കയ്യിൽ വരും. പക്ഷെ അവർക്ക് വിധിച്ചു കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അവർക്ക് കൊടുക്കാനുള്ള മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. കടമല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞിറങ്ങി പിറ്റേ ദിവസം സൂമിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോഴും അത് നമുക്ക് ശരിയാവില്ല. അപ്പൊ അങ്ങനെ മടിച്ച് രാജൻ സാറ് വിളിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് പറയുന്ന പറഞ്ഞിട്ട് രാജൻ സാറ് വിളിക്കുകയും ചെയ്തു. ഒന്ന് കയറില്ല, കയറി സാറിന് വേണ്ടിയിട്ട് കയറി. അപ്പൊ അങ്ങനെ കയറി ചെന്നപ്പോ പിന്നെ അവിടെ ഈ മുതൽ തന്നെയാണ് പിന്നെ അവിടെ ഒരു രക്ഷയില്ല. വല്ലാത്തൊരു കിളി പോകുന്ന പോലെയാണ് ഓരോന്ന് പറയുന്നതും അതേപോലെ മനസ്സിൽ കിടക്കണം. അപ്പൊ അതേപോലെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം ഈ സാറ് പറഞ്ഞ ഒരു അറിവ് വെച്ച് ഞാൻ ഓരോന്ന് ചെയ്ത് നോക്കി തുടങ്ങി. അങ്ങനെ ആ ഒരു റിസൾട്ട് വെറും 2 ആഴ്ച കൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ വന്നത് 4.5 ലക്ഷത്തിന് മുകളിലാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ നിലവില് 3 മാസം 21 ദിവസം ഇന്ന് തികയും. ഇന്നലെ വൈകുന്നേരം, ഇന്നലെ 27-ാം തീയതി 28, ഇന്നലെ 28-ാം തീയതി 3,33,025 രൂപ എന്റെ ഇന്നലത്തെ ഒറ്റ ദിവസം പേയോടെ പറഞ്ഞില്ല. 3,33,025 രൂപ 3,33,025 രൂപ പേയ്ഡായിരുന്നു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഈ ഒരു 3 മാസം 21 ദിവസം തികയുന്ന സമയത്ത് 3 മാസം 21 ദിവസമായി ഇന്നത്തേക്ക് ആയി. ഞാൻ കറക്റ്റ് നോട്ട് ചെയ്യുന്നതല്ലേ. 3 മാസം 21 ദിവസം തികയുന്ന ഇന്നലെ വരെ എനിക്ക് 3 മാസം 21 ദിവസം തികയുന്ന സമയത്ത് 15 ലക്ഷത്തിന്റെ മുകളിൽ മൊത്തം. അതായത് ഒരു മാസം 5 ലക്ഷം രൂപ ഒരു മാസം എനിക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റി. പോരാത്തതിന് 10 ലക്ഷം രൂപ ജസ്റ്റ് പെയ്ഡിൽ തന്നെ എനിക്ക് നിക്ഷേപിക്കാൻ, ഇവിടുന്ന് ഉണ്ടാക്കിയ കാശ് കൊണ്ട് എനിക്ക് നിക്ഷേപിക്കാൻ പറ്റി. അതുകൂടാതെ എന്റെ മോന്റെ പേരിൽ ഫാമിങ്ങിലേക്ക് 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ അതും ചെയ്യാൻ പറ്റി എക്സ്ട്രാ. പിന്നെ പോരാത്തതിന് എന്റെ മോനെ കളത്തിലിറക്കി. കാരണം ഇപ്പൊ അജിത മേഡത്തിന്റെ കാര്യം പറഞ്ഞ പോലെ മേഡം 9ാം ക്ലാസ്സാണ്, ഞാൻ 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് ഇങ്ങനെ ഒരു വിധത്തിൽ എത്തിച്ചതാ, ഒരു രസത്തിന് വേണ്ടി, അല്ലാതെ. അപ്പൊ അത്രയ്ക്കും ഇപ്പൊ മൈക്ക് വരെ പിടിക്കുന്നത് ഞാൻ ഈ ജസ്മീനിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്. പെയിന്റ് ബ്രഷ് പിടിച്ചോടുത്താണ് മൈക്ക്. പെയിന്റ് ബ്രഷ് വരെ മര്യാദയ്ക്ക് പിടിച്ചതാണ്. അത് കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെയായിരുന്നു അവസ്ഥ. കാരണം ബിസിനസ് അതിന്റെ കൂട്ടത്തിൽ അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ പെയിന്റിന്റെ കൂട്ടത്തിൽ തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ബുദ്ധിമുട്ട്. അത്രയ്ക്കും കഷ്ടപ്പാടായിരുന്നു എന്റെ കഷ്ടപ്പാട്. അപ്പൊ ജസ്പെയില് ഇൻവെസ്റ്റ്മെന്റ് 10 ലക്ഷം രൂപ റിസോർട്ടിലേക്കും 1 ലക്ഷം രൂപ വാങ്ങിന്റെ പേര് അല്ലെ. 11 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. കാരണം ഇത്ര നാളും ലൈഫില് ഈ സംഭവം ഉണ്ടായിരുന്നില്ല. അതെന്താന്ന് അറിയില്ലല്ലോ. അവരാണ് ചെയ്യാൻ പറ്റും. ഇതറിയില്ലായിരുന്നു. കോച്ചിങ് ഉൾപ്പെടെ 15 ലക്ഷം രൂപ നേടി. അതെ, ഓക്കെ. ഇപ്പൊ ബിസിനസ് ചെയ്തിട്ട് 15 ലക്ഷം രൂപ നേടി. ദെൻ കമ്മ്യൂണിറ്റിയിലെ സ്വന്തം മകനെ കൂടെ കൊണ്ടുവന്നപ്പോ വെറും അല്ല, നമ്മൾ മാറി സ്കൂട്ടായി സൂട്ടായി സാധനം ലെവലായി അല്ലെ. ഈ കമ്മ്യൂണിറ്റിയിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ മൊത്തത്തിൽ നമ്മൾ ചേഞ്ചിലേക്ക് മാറി. മകൻ കൂടെ 5 പേരായിരുന്നു. 5 പേർക്ക് ജീവിതത്തില് വലിയൊരു മാറി കാണിച്ചു കൊടുക്കാൻ. തീർച്ചയായിട്ടും 5 പേരെയല്ല, ഇനി കാണുന്നവരൊക്കെ പിടിക്കുക. കാരണം എനിക്ക് വേണ്ടിയിട്ടല്ല സാറേ, അവിടുത്തല്ല കാണുന്നവരൊക്കെ പിടിക്കുമെന്ന് പറയുമ്പോ അവിടുത്തല്ല. അതെ,
ഒരു ഇതാണല്ലോ, കാരണം 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാ ഓക്കെ അങ്ങനെ പറഞ്ഞല്ലോ. അടുത്ത വെയിറ്റ് ചെയ്യുന്ന സീന. ഓക്കെ ഓക്കെ. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്.